ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി 30th കോൺവൊക്കേഷൻ നടത്താൻ പോകുന്നുണ്ട്. അതായത് ഈ വർഷം എന്താണ് കോൺവൊക്കേഷൻ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നൊക്കെ കുറേ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇഗ്നോയുടെ 38 കോൺവൊക്കേഷൻ. എന്താണ് കോൺവൊക്കേഷൻ? കോൺവൊക്കേഷൻ എന്ന് വെച്ചാൽ ഡിഗ്രി, PG അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഗ്രേഡ് മാർക്കിൽ വന്നവർക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ കോൺവൊക്കേഷൻ അപ്ലൈ ചെയ്താൽ മാത്രമേ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 30th കോൺവൊക്കേഷൻ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളവര് 2023 ഡിസംബറിലും 2024 ജൂണിലും പാസ് ഔട്ട് ആയ വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും. കോൺവൊക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്വന്തം റീജിയണൽ സെന്ററിലായിരിക്കും കളക്ട് ചെയ്യുക. അതല്ല, വേറെ ഓപ്ഷൻ ഉള്ളത് പോസ്റ്റൽ വഴിയാണ്. യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത സെയിം അഡ്രസ്സിലായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരിക. ഇനി ഇതിന്റെ ഫീസും ഡീറ്റെയിൽസും. ഫീസ് എന്ന് പറഞ്ഞത് 600 രൂപയാണ്. അത് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൺവൊക്കേഷൻ മെയിൽ വരും. മെയിലിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടൈം, ഡ്രസ് കോഡ്, ID കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോവേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് ഇഗ്നോയിൽ 30th കോൺവൊക്കേഷൻ വന്ന അപ്ഡേഷൻസ്. ഇനി ഈ അപ്ഡേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.